ഏവർക്കും ലേൺ വിത്ത് ജാക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ മാത്തമാറ്റിക്സിലുള്ള ട്രിഗണോമെട്രി എന്ന് പറയുന്ന സെക്ഷനാണ് ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്. ട്രിഗണോമെട്രി നമ്മൾ മലയാളത്തിലെ ജിയോമെട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങാം അല്ലേ? ഓക്കെ. അപ്പം എന്താണ് ട്രിഗണോമെട്രി? അതാണ് ഈ ഒരു സ്ക്രീനിലെ സ്ലൈഡ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ഒരു ട്രയാങ്കിളിന്റെ ലെങ്ത്തും ആംഗിളും തമ്മിലുള്ള റിലേഷൻസിനെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സിലെ ഒരു സ്ട്രീമിനെയാണ് നമ്മൾ ട്രിഗണോമെട്രി എന്ന് പറയുന്നത്. ആ വേർഡിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഒരു രണ്ട് ഗ്രീക്ക് വേർഡ് കൂടി ചേർന്നാണ്. ട്രിഗോണോൺ, മെട്രോൺ. ട്രിഗോണോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രയാങ്കിൾ, ത്രികോണം, അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രിഗോണോൺ എന്ന് പറയുന്നത്. മെട്രോൺ എന്ന് പറയുന്നത് അവരുടെ ഭാഷയിൽ, ഗ്രീക്ക് ഭാഷയിൽ അത് മെഷർ എന്നാണ് അർത്ഥം. കാരണം ഈ ട്രിഗണോമെട്രിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു ജനതയാണ് ഗ്രീക്ക് ജനത. അപ്പൊ അതിനകത്തെ ഗ്രീക്ക് ജനതയിൽപ്പെട്ട ഒരാളായിരുന്നു ഹിപ്പാർക്കസ് എന്ന് പറയുന്നത്. പുള്ളിനെയാണ് നമ്മൾ ഒഫീഷ്യലി ഫാദർ ഓഫ് ട്രിഗണോമെട്രി എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയാണ് ഹിപ്പാർക്കസ്. ഈ ആളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് വിക്കിപീഡിയയിൽ നോക്കി കഴിഞ്ഞാൽ ധാരാളമായിട്ട് കാണാൻ പറ്റും. ഞാൻ അതിന്റെ ചെറിയ സ്ക്രീൻഷോട്ട് ഈ സ്ക്രീനിൽ വെച്ചിട്ടുണ്ട്. ഫർദർ കൂടുതൽ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ വിക്കിപീഡിയയിലെ പേജ് പോയി സെർച്ച് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ട്രിഗണോമെട്രിയിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ വേറൊരാളെയും കൂടി പരിചയപ്പെടുത്തുകയാണ്. പൈത്തഗോറസ് എന്ന് പറയുന്ന ഒരു ആളെ തന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പുള്ളിയും ഏതാണ്ട് ഈ ഒരു ഗ്രീക്ക് വംശജൻ തന്നെയാണ്. ആ ഒരു ഏരിയയിൽ പെട്ട ആള് തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ പുള്ളിയും ആ ഒരു ഫിലോസഫി ഫോളോ ചെയ്ത് വന്നിട്ടുള്ള ആളായിരുന്നു. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽ കൂടുതൽ അറിയാൻ ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വിക്കിപീഡിയ സെർച്ച് ചെയ്യാവുന്നതാണ്. ഈ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ വിക്കിപീഡിയ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പൊ പുള്ളി ഒരു തിയറം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പൈത്തഗോറസ് എന്ന് പറയുന്ന പുള്ളി ഒരു തിയറം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിനാണ് നമ്മൾ പൈത്തഗോറസ് തിയറം എന്ന് പറയുന്നത്. നിങ്ങളത് ചിലരൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, അതായത് ഒരു മട്ടത്രികോണത്തിന്റെ കർണത്തിന്റെ വർഗം എന്ന് പറയുന്നത് അതിന്റെ പാദത്തിന്റെയും ലംബത്തിന്റെയും വർഗത്തിന്റെ സമമായിരിക്കും. അതായത് ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, സ്ക്വയർ ഓഫ് the length of hypotenuse, or the square of hypotenuse is equal to the sum of squares of other two sides. ഇപ്പൊ ഹൈപ്പോട്ടന്യൂസ് എന്താണെന്ന് ചോദിക്കും. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏറ്റവും നീളം കൂടിയ വശത്തിനെയാണ്, അതായത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ടിരിക്കുന്ന വശത്തിനെയാണ് നമ്മൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. ഇപ്പൊ പുള്ളി പറഞ്ഞത് ഇതാണ്. അതിന് നമ്മളൊരു ഇക്വേഷൻ ഫോമിലേക്ക് മാറ്റി എഴുതുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. അതിനകത്തെ സി എന്ന് പറയുന്നതാണ് എൻ്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണം എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നതാണ് എൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുന്ന സൈഡ് അല്ലെങ്കിൽ ലംബം എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്നതാണ് എൻ്റെ പാദം അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ 3 സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ഈ പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം പുള്ളി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, സി സ്ക്വയർ സി ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ ഇക്വേഷൻ നമുക്ക് എപ്പോഴും ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷനാണ്. നമ്മളിത് പല സ്ഥലത്തും പല തരത്തിലും നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ വരുന്ന ഒരു ഇക്വേഷനാണ്. അപ്പൊ അത് ആരും മറന്നു പോകരുത്. അപ്പൊ ഇതാണ് പൈത്തഗോറസ് പറഞ്ഞിരിക്കുന്നത്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ്. ഇത് മറക്കാതെ ഓർത്ത് വെച്ചിരിക്കും. അപ്പൊ നമുക്ക് ഇനി ട്രിഗണോമെട്രിയിലേക്ക് കടക്കാം. അതിന്റെ കൂടെ എനിക്കൊരു പോയിന്റ് കൂടെ ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സി സ്ക്വയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ആ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത്തിലുള്ള ഒരു സ്ക്വയർ തന്നെയാണ് അവിടെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ അവിടെ ഒരു ബോക്സ് പോലെ സ്ക്വയർ ആയിട്ട് അവിടെ വരയ്ക്കാൻ കാരണം. സി എന്ന് പറയുന്ന ലെങ്ത്തിലുള്ള ഒരു സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ ലെങ്ത്തിലുള്ള ഒരു സ്ക്വയർ പ്ലസ് ബിയുടെ ലെങ്ത്തിലുള്ള സ്ക്വയറിന്റെ ഏരിയ. ഇതാണ് ഒരു ഏരിയ ആയിട്ട് കൺസിഡർ ചെയ്ത് നോക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ നമുക്കറിയാം, ആ ലെങ്ത്തിന്റെ സ്ക്വയർ ആയിരിക്കും ആ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ റെക്ടാംഗിൾ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇതിനകത്ത് സ്ക്വയറിന്റെ കേസിലാവുമ്പോൾ 4 സൈഡ്സ് ഈക്വൽ ആയതുകൊണ്ട് നമ്മൾ ലെങ്ത് സ്ക്വയർ എന്ന് പറയുന്നു. അതുപോലെ അപ്പം ആ ഒരു കൺസെപ്റ്റിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സി എന്ന് പറയുന്ന നീളത്തിലുള്ള ഒരു സ്ക്വയറിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്വയറിനകത്തേക്ക്, സി എന്ന് പറയുന്ന സ്ക്വയറിനകത്തേക്ക് നമുക്ക് എയും ബിയും ചേർത്ത് വെക്കാൻ പറ്റും. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയും ബിയും നമുക്ക് ഫുള്ളി നമുക്ക് ഈ സ്ക്വയറിനകത്തേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അതൊരു ഒരു എന്താ പറയുക, വേറൊരു വ്യൂവിൽ നിന്നുള്ള നോട്ടം എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കും.
ഓക്കെ, അപ്പൊ നമുക്കിനി ട്രിഗണോമെട്രിക് റേഷ്യോസിലേക്ക് എടുക്കാം. എന്താണ് ട്രിഗണോമെട്രി, എങ്ങനെയാണ് ഈ ലെങ്ത്തും ഈ ആംഗിളൊക്കെ തമ്മിൽ റിലേഷൻ എങ്ങനെയാണ്. അപ്പൊ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പൈത്തഗോറസ് സിദ്ധാന്തത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കിവിടെ ഓപ്പോസിറ്റ് ആൻഡ് അഡ്ജസന്റ് എന്നല്ലായിരുന്നു നമ്മുടെ പൈത്തഗോറസ് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പെർപെൻഡിക്കുലർ ആൻഡ് ബേസ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്ന ഈ ചിത്രം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ചിത്രത്തിനകത്ത് ഇവിടെ ഈ ഒരു ആംഗിൾ സി എ ബി എന്ന് പറയുന്ന ആംഗിൾ ഞാൻ തീറ്റ എന്ന് വിളിക്കുക. തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രീക്ക് ആൽഫബറ്റ് ആണ്. അതിനകത്തെ ഒരു ആൽഫബറ്റിന്റെ പേരാണ് തീറ്റ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ ആംഗിളിൽ നമ്മൾ എ ബി സി ഡി വിളിക്കുന്ന പോലെ ഞാൻ ഈ ആംഗിളിന് തീറ്റ എന്നൊരു പേര് വിളിക്കാൻ പോകും. ഇത് എത്ര മെഷർമെന്റ് ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ബിയുടെ മെഷർമെന്റ് ഇപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും. ഇത് 90 ഡിഗ്രിയാണ്. അതുകൊണ്ടാണ് ബി സി നമുക്ക് പെർപെൻഡിക്കുലർ എന്ന് പറയാൻ കാരണം. മാർക്ക് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ് ബി സി എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ട്? അത് 90 ഡിഗ്രി ആയതുകൊണ്ട്. അപ്പം ഈ ഒരു ആംഗിളിനെ വിത്ത് റെസ്പെക്ട് ടു ഈ ആംഗിൾ ഞാൻ കണക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ആംഗിളിനെ റെഫറൻസ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന സൈഡിന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് തന്നെ പറയുന്നത്. അപ്പൊ ഈ സി ബി എന്ന് പറയുന്ന ഈ ലൈനിന്റെ ലെങ്ത് എ ആണെന്ന് വിചാരിക്കാം. എ ആണെങ്കിൽ ആ പറയുന്ന എ ലെങ്ത് വരുന്ന സൈഡിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലെങ്ത് കൂടിയ സൈഡിനെ നമ്മൾ ഓൾറെഡി ഹൈപ്പോട്ടന്യൂസ് എന്നാണ് പറയുന്നത് നേരത്തെ പറഞ്ഞു. ഈ ആംഗിളിനോട് അടുത്തെടുക്കുന്ന മറ്റൊരു സൈഡ് ഉണ്ട്, മൂന്നാമത്തെ സൈഡ്. ആ സൈഡിന് നമ്മൾ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ഇതാണ് ഇതിനകത്ത് വരുന്ന ചെറിയൊരു ഡിഫറൻസ്. ഇങ്ങനെയാണ് ഇനി നമ്മൾ ബാക്കിയുള്ള സ്ലൈഡുകളെല്ലാം കവർ ചെയ്യാൻ പോകുന്നത്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ്, ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ്, സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. അപ്പൊ ഈ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനകത്ത് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് ഒരു റേഷ്യോ നമുക്ക് എടുക്കാം അല്ലെ. ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് റേഷ്യോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഈ ഇവിടുത്തെ ഒരു റേഷ്യോ എടുക്കുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്ന അവിടുത്തെ മെഷർമെന്റ് എത്രയാണോ അത് ഒരു റേഷ്യോ, അതിന് വാല്യൂ കിട്ടുമല്ലോ. അവിടെ ലെങ്ത് 2ഉം 3ഉം ആണെന്ന് വിചാരിക്കും. എ സികൾ ടു 2ഉം ബി സികൾ 3 ആണ് അതിന്റെ ലെങ്ത് എന്ന് വിചാരിക്കും. അപ്പൊ അത് തമ്മിലുള്ള റേഷ്യോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് 2/3 എന്നായിരിക്കും കിട്ടുക. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ആ റേഷ്യോനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈൻ ഫംഗ്ഷൻ ഓഫ് തീറ്റ. ആ ആംഗിളിന്റെ സൈൻ ആയിരിക്കും ഇവർ തമ്മിലുള്ള റേഷ്യോ എന്നുള്ളതാണ് ഇത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിളിനെ അല്ലെങ്കിൽ ഏതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തോ അതിന്റെ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ തീറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ തീറ്റയെ വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് തീറ്റ ദ സൈൻ ഫംഗ്ഷൻ വിൽ ബി ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ലെങ്ത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഈ ഒരു റേഷ്യോ അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കും. ഓക്കെ, അതിനാണ് നമ്മൾ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ പറയുന്നത് അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അഡ്ജസന്റ് സൈഡ് അല്ല, ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ റേഷ്യോനാണ് നമ്മൾ സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന റേഷ്യോനെ ഞാൻ എന്തെന്ന് വിളിക്കുന്നത് കൊസൈൻ ഫംഗ്ഷൻ ഓഫ് ദ ആംഗിൾ എന്നാണ് വിളിക്കേണ്ടത്. അപ്പോൾ രണ്ട് റേഷ്യോ നമ്മൾ കണ്ടു. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ കണ്ടു. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് എന്ന് പറയുന്ന റേഷ്യോ നമ്മൾ കണ്ടു. ഇനി ബാക്കി ഒരു റേഷ്യോ ഉണ്ടാവുന്നത് എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഇതാണ് ഈ ഒരു റേഷ്യോനെ നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കും. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് എന്ന് പറയുന്ന റേഷ്യോനെ നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കും. അപ്പൊ 3 ഫംഗ്ഷൻ ആണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. സൈൻ എന്താണെന്നുള്ളത് കണ്ടു. സൈൻ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടാൻജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് പറയും. ഇത് തന്നെ ഞാനൊന്ന് ഒരു ഫോർമുല ടൈപ്പിലൂടെ അല്ലെങ്കിൽ ഒരു നൊട്ടേഷൻ ടൈപ്പിലൂടെ എഴുതി വെച്ചിരിക്കുകയാണ്. സൈൻ ഫംഗ്ഷൻ ഓഫ് ആംഗിൾ തീറ്റ is equal to a/c. കോസ് ഫംഗ്ഷൻ അതിനെ എഴുതുന്ന നൊട്ടേഷൻ നോക്കുക. സൈൻ ഫംഗ്ഷനിൽ സൈൻ മൊത്തത്തിൽ എഴുതില്ല, നമ്മൾ സ്മോൾ ലെറ്ററിൽ SIN മാത്രമേ എഴുതുള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ സൈൻ എന്നാണ്, സൈൻ ഫംഗ്ഷൻ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി അതുപോലെ കോസൈൻ എന്ന് പറയുന്നതിന് നമ്മൾ കൊസൈൻ മുഴുവൻ എഴുതില്ല, കോസ് അത്ര എഴുതുള്ളൂ. കോസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ കൊസൈൻ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു B/C. അടുത്തത് ടാൻജന്റ്. ടാൻജന്റ് ഇസ് ഈക്വൽ ടു A/B. അപ്പൊ ടാൻജന്റിനെ ഞാൻ A/B എന്ന് പറയുന്നതിനെ ഞാനൊന്ന് മാറ്റി എഴുതിയിരിക്കുകയാണ്. A/C ഡിവൈഡഡ് ബൈ B/C. അപ്പൊ C ക്യാൻസൽ ആയി പോയിട്ടാണ് നമുക്ക് AB എന്നുള്ളത് കിട്ടണം അല്ലേ. അപ്പൊ A/C നെ ഞാൻ മാറ്റി എഴുതി സൈൻ A ബൈ കോസ് എഴുതി. അപ്പൊ ടാൻജന്റ് ഈസ് ഈക്വൽ ടു എന്താണ്? വേറെ ഒന്നുമല്ല, സൈൻ ബൈ കോസ് ആണ് നമ്മുടെ ടാൻജന്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ ഇക്വേഷൻ ഡെറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതൊന്ന് മനസ്സിലാക്കി വെക്കുക.
ഇതിന്റെ എല്ലാം നമുക്ക് വേണമെങ്കിൽ റെസിപ്രോക്കൽ എടുക്കാൻ പറ്റില്ലേ? സൈൻ എ സിക്കൽ ടു എ ബൈ സി എന്ന് പറഞ്ഞു. അപ്പൊ സി ബൈ എ എന്താ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരമാണ് ഞാനിവിടെ പറയുന്നത്. റെസിപ്രോക്കൽ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ വരുന്നത് കൊസീക്കന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സൈനിന്റെ ഇൻവേഴ്സ് ആണ് കൊസീക്കന്റ്. അപ്പൊ കൊസൈന്റെ ഇൻവേഴ്സ് ആണ് സീക്കന്റ്. ടാൻജന്റിന്റെ ഇൻവേഴ്സ് ആണ് കോട്ടാൻജന്റ്. ഇത്രയും 6 ടേംസ് ആണ് നമുക്ക് ട്രിഗണോമെട്രിയിൽ ഓർത്ത് വെച്ചിരിക്കാനുള്ള മെയിൻ ആയിട്ടുള്ള ടേം എന്ന് പറയുന്നത്. ഇത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ബേസിക് നമ്മൾ ഉറച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ട്രിഗണോമെട്രിയിൽ. ഓക്കെ, അപ്പൊ ഇതൊന്നും ഓർത്ത് വെച്ചിരിക്കുക. എങ്ങനെയാണ് ഈ റേഷ്യോ നമ്മൾ എടുത്തിരിക്കുന്നത്? റേഷ്യോകൾ മാറിപ്പോരുത് ഒരിക്കലും. ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ സൈൻ, അഡ്ജസെന്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ കോസൈൻ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻജന്റ്. ഇതിന്റെ എല്ലാം റെസിപ്രോക്കലാണ് കോസൈക്കന്റും സീക്കന്റും കോട്ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് കുറച്ച് കോമൺ ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. അപ്പൊ തീറ്റയുടെ വാല്യൂ ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ തീറ്റയ്ക്ക് ഞാനിവിടെ 0 ആണ് ഇട്ട് കൊടുക്കണമെന്നിരിക്കും. അതായത് ഈ ലൈനോട് മുട്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതിന്റെ പർട്ടിക്കുലർ ഈ കൊസൈൻ വാല്യൂസ് ആണ് നമുക്കിവിടെ കിട്ടാൻ പോകുന്നത് കേട്ടോ. സൈൻ്റെ വാല്യൂ സൈൻ തീറ്റ ഇക്വൽ ടു sin 0 is equal to 0, cosine 0 is equal to 1, tangent of 0 is equal to 0. So ഇത് ഈ തീറ്റ 0 ആവുകയാണെങ്കിൽ കണ്ടീഷനാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ ഈ തീറ്റ 30 ആവുമ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് അടുത്ത ഈ കുളത്ത് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ തീറ്റ 45 ആവുമ്പോൾ ഉണ്ടാവുന്ന വാല്യൂ ആണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അതുപോലെ 90 വരെയുള്ള വാല്യൂസ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു വാല്യൂ ടാൻജന്റ് ഓഫ് 90 മാത്രമാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, നമുക്കറിയാം ടാൻജന്റ് ഇസ് ഈക്വൽ ടു സൈൻ ബൈ കോസ് ആണ്. സൈൻ്റെ വാല്യൂ 1 ആണ്, കോസിന്റെ വാല്യൂ 0 ആണ്. അപ്പോൾ 1/0 ഒരു സംഖ്യയായിട്ട് 0 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉത്തരങ്ങളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അത് അതുകൊണ്ടാണ് ഡിഫറൻസ് എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഈ ടേബിൾ എങ്ങനെ റീഡ് ചെയ്യുന്നത് മനസ്സിലാക്കി കാണുന്നതായിരിക്കും. ഇനി ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഇമേജ് കണ്ടോ? ഇതിനകത്ത് ഈ തീറ്റയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോസിന്റെയും സൈനിന്റെയും ടാൻജന്റിന്റെയും ബാക്കി കൊസീക്കന്റ്, സീക്കന്റ്, കോട്ടാൻജന്റ് ഇതിന്റെ എല്ലാം ഒരു ഗ്രാഫ് വരച്ചിരിക്കുകയാണ്. അതായത് 180 ഡിഗ്രി വരെയുള്ള ഇത് കണ്ടിട്ട് പേടിക്കണ്ടേ. π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റേഡിയൻ ആയിട്ടാണ് ഇവിടെ നോട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ ഒക്കെ ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഒരു ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π ആയിട്ടാണ് നമ്മൾ 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 360 ഡിഗ്രി. അപ്പൊ ഒരു സർക്കിളിന്റെ ഫുൾ ലെങ്ത് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 2π എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, 0 സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ 2π എത്തുമ്പോൾ തിരിച്ച് ഈ നൊട്ടേഷൻ ഇവിടെ 0 എത്തും. അപ്പോൾ 0 is equal to 2π. അപ്പൊ π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി, π/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ഡിഗ്രി, 3π/2 എന്ന് പറഞ്ഞാൽ 270 ഡിഗ്രി. ഈ ഓരോ പോയിന്റിലും നമ്മൾ ആ തീറ്റയുടെ വാല്യൂ ഇവിടെ 0 മുതൽ 360 വരെ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗ്രാഫ് ഇവിടെ ഒന്നിച്ച് വരച്ച് കാണിച്ചത് മാത്രം. ഇതൊന്നും ജസ്റ്റ് റെഫറൻസിന് വേണ്ടി വെച്ചത് മാത്രം. ഇങ്ങനെയായിരിക്കും സൈൻ തീറ്റയുടെ ഗ്രാഫ് പോകുന്നത്. അതിന്റെ 90 ഡിഗ്രി ലാഗ് ആയിട്ടായിരിക്കും കോസ് തീറ്റയുടെ ഗ്രാഫ് പോകുന്നത്. മറ്റേ ഗ്രാഫുകളെല്ലാം കുറച്ച് ഒരു അൺയൂസ്വൽ ആയിട്ടുള്ള കുറച്ച് ഗ്രാഫുകളാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് നോക്കുന്നത് കുറച്ച് തിയറംസ് ഉണ്ട് നമ്മുടെ ട്രിഗണോമെട്രിയിൽ. ഈ തിയറംസ് നമ്മൾ കുറച്ച് 6 ടേംസ് കണ്ടു അല്ലെ, സൈൻ കോസ് ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ 6 ടേംസ് കണ്ടു. ഈ ടേംസ് വെച്ചുകൊണ്ട് കുറച്ച് തിയറംസ് ഉണ്ട് നമ്മുടെ ഈ ട്രിഗണോമെട്രിയിൽ നമുക്ക് പഠിച്ചു വെച്ചിരിക്കാനായിട്ട്. അതിനൊക്കെ നമുക്ക് പ്രോബ്ലംസ് വരാൻ സാധ്യതയുള്ള കൺസെപ്റ്റ്സുകളാണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം, നമ്മൾ നേരത്തെ ട്രയാങ്കിളിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ട്രയാങ്കിളിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് മെയിൻ പ്രോപ്പർട്ടിയാണ് എന്ത്? ഇൻസൈഡ് ആംഗിൾസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ട്രയാങ്കിൾ ആണെങ്കിലും അതിന്റെ സമ്മ് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ഒരു കേസിൽ നോക്കുക, ഒരു ആംഗിൾ എപ്പോഴും 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. അപ്പൊ ബാക്കി 2 ആംഗിളിന്റെ സമ്മ് എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ മൊത്തം 180 ഡിഗ്രിയാണ് നമ്മുടെ ട്രയാങ്കിൾസിന്റെ ആംഗിളിന്റെ സമ്മ് വരുന്നത്. അതിൽ ഒരു ആംഗിൾ ഓൾറെഡി 90 ഡിഗ്രി ആകുമ്പോൾ ബാക്കി 2 ആംഗിളിന്റെ സമ്മ് എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഞാൻ ഈ ആംഗിൾ തീറ്റ ആയിട്ട് പറയുകയാണെങ്കിൽ, എ എന്ന് പറയുന്ന ഈ ആംഗിൾ തീറ്റ എന്ന് പറയുകയാണെങ്കിൽ സിയുടെ മെഷർമെന്റ് നമുക്ക് കണ്ടുപിടിക്കാം 90 മൈനസ് തീറ്റ ആയിരിക്കും. ഈ കൺസെപ്റ്റ് ഓർത്ത് വെച്ചിരിക്കും. അതിനാണ് നമ്മുടെ ട്രയാങ്കിൾ പ്രോപ്പർട്ടി നമ്പർ 1 ഇവിടെ എടുക്കാൻ കാരണം. ഓക്കെ, നമുക്കറിയാം സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ സി ആണെന്ന് അറിയാം, കോസ് തീറ്റ ഇസ് ഈക്വൽ ടു ബി ബൈ സി എന്നറിയാം, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എ ബൈ ബി എന്നറിയാം. ഓക്കെ, ഇനി ഞാൻ ഈ ട്രയാങ്കിളിനെ ഒന്ന് തിരിച്ചു വെക്കാൻ പോവാം. ഓക്കെ, ഒരു വ്യത്യാസമില്ല, ട്രയാങ്കിൾ തിരിച്ചു വെച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോ നമ്മുടെ തീറ്റ ഇവിടേക്ക് മാറി, ഇത് 90 മൈനസ് തീറ്റ ഒക്കെ മാറി. അപ്പൊ ഈ ഒരു ട്രയാങ്കിളിനെ സംബന്ധിച്ച് ഞാൻ ഈ ആംഗിളാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്.
ഞാൻ ഈ ട്രയാങ്കിൾ, മുകളിലത്തെ ട്രയാങ്കിളില് എക്ക് തീറ്റ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി സി ആയിരുന്നു. ഇനി ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സി എന്ന് പറയുന്ന ആംഗിൾ ആണ്. സി എന്ന് പറയുന്ന ആംഗിൾ കൺസിഡർ ചെയ്യാൻ പോകുമ്പോൾ സിയുടെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ഏതാ? എ ബി ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ വിളിക്കട്ടെ, ഇതിന്റെ സൈൻ കണ്ടുപിടിച്ചുകൂടെ എനിക്ക്? സൈൻ 90 മൈനസ് തീറ്റ ഇക്വൽ ടു ബി ബൈ സി അല്ലെ. ഈ ഒരു പർട്ടിക്കുലർ ആംഗിളിനെ സംബന്ധിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ബി ആണ്. നമ്മൾ ഇവിടെ നേരത്തെ എ ബൈ ബി എന്ന് പറഞ്ഞത് അതിനെയായിരുന്നു ബി എന്ന് വിളിച്ചിരുന്നത്. ഇവിടെ ഞാൻ എ ബി എന്ന് പറയുന്ന ലൈനിനെ തന്നെയാണ് ബി എന്ന് വിളിക്കുന്നത് കേട്ടോ. ഈ ട്രയാങ്കിളിലും എ ബി തന്നെയായിരുന്നു എന്റെ ബി, ഈ ട്രയാങ്കിളില് ബി സി ആയിരുന്നു. അത് തന്നെയാണ് ഇവിടെയും ബി സി തന്നെയാണ് ഇവിടെയും എ എന്ന് പറയുന്ന ലെങ്ത് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ട്രയാങ്കിളിന് മാറ്റമില്ല, പക്ഷെ നമ്മൾ എടുക്കുന്ന ഈ ആംഗിൾ മാറിപ്പോയി. ഈ ആംഗിൾ എന്താണ്? 90 മൈനസ് തീറ്റയാണ് ഇവിടുത്തെ ആംഗിൾ. ഓക്കെ, ഈ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ സൈൻ ഇസിക്കൽ ടു ബി ബൈ സി, കോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബൈ സി, ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ബൈ എ. ഇനി നോക്കുക, ഈ രണ്ട് ട്രയാങ്കിൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക. ഇവിടുത്തെ ബി ബൈ സി ഇവിടുത്തെ ബി ബൈ സി തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ? അപ്പൊ ഇവിടുത്തെ എ ബൈ സി സൈൻ തീറ്റ എന്നുണ്ടോ ഇത് ട്രയാങ്കിളിലെ? പക്ഷെ രണ്ടാമത്തെ ആംഗിൾ വെച്ച് നോക്കുമ്പോൾ എന്താണ്? ഇറ്റ്സ് ഈക്വൽ ടു അതും എ ബൈ സി പറഞ്ഞത് കോസ് 90 മൈനസ് തീറ്റ ഉണ്ടോ? അപ്പൊ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ. ഇനി അതുപോലെ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ, ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു കോട്ട് 90 മൈനസ് തീറ്റ. ഈ ഇക്വേഷൻസ്, ഇത് ഇക്വേഷൻസ് നമുക്ക് പറയാം, കാരണം ഈക്വൽ ടു അതിനകത്ത് വരുന്നില്ലാണ്. ഈ ഇക്വേഷൻസ് മൂന്ന് ഇക്വേഷൻസ് ഇല്ലെങ്കിലും ആദ്യത്തെ രണ്ടെണ്ണം എന്തായാലും നിർബന്ധമായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ടതാണ്. സൈൻ തീറ്റ ഈക്വൽ ടു കോസ് 90 മൈനസ് തീറ്റ, കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 90 മൈനസ് തീറ്റ. ഈ കൺസെപ്റ്റ് ഒരിക്കലും മറക്കരുത്. ഈ ഇക്വേഷൻസ് എന്തായാലും പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ 6 ടേംസ് പഠിക്കണം എന്ന് പറഞ്ഞു, അതിന്റെ കൂടെ ഇപ്പൊ 3 ഇക്വേഷൻസും പഠിക്കണം എന്നുള്ളത് കണ്ടു. ഇനി രണ്ടാമത്തെ തിയറം എന്താണെന്നുള്ളത് നോക്കാം. ഇവിടുത്തെ ഒരു കൺസെപ്റ്റ് നോക്കാം. ഇവിടെ ഞാൻ സി സികൾ ടു 1 എന്നാണ് വിചാരിക്കുക. അതായത് എന്റെ ട്രയാങ്കിളിന്റെ ഹൈപ്പോട്ടന്യൂസ് 1 ആണെന്ന് വിചാരിക്കുക. സി 1 ആയി കഴിഞ്ഞാൽ എന്തായി? ഈ ഇക്വേഷൻ നോക്കി, സൈൻ തീറ്റ സികൾ ടു എ ബൈ സി ആണെന്ന് നമുക്കറിയാം. സി 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എ സികൾ ടു എന്തായി? ഓപ്പോസിറ്റ് സൈഡ് സികൾ ടു സൈൻ തീറ്റ. ഈ തീറ്റയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അപ്പൊ ബി എന്ന് പറയുന്നത് എന്തായി? കോസ് തീറ്റ. ഓക്കെ, ടാൻ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല, അത് ഇപ്പോൾ ഒഴിവാക്കി വിട്ടത്. സൈൻ തീറ്റയും കോസ് തീറ്റയും മാത്രം നോക്കുക. സി സികൾ ടു 1 ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് കിട്ടുന്നത്? എ സികൾ ടു സൈൻ തീറ്റ, ബി സികൾ ടു കോസ് തീറ്റ. ഇനി ഇവിടെ ഞാൻ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോകുന്നു. പൈത്തഗോറസ് തിയറത്തിന്റെ പ്രത്യേകത എന്താ? സി സ്ക്വയർ സികൾ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണല്ലോ. സി സ്ക്വയർ സികൾ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഈ സി സ്ക്വയറിന് 1 ആണ്, അപ്പൊ ഞാൻ 1 എന്ന് അവിടെ ഇട്ട് കൊടുക്കും. 1 ഈക്വൽ ടു സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. അപ്പൊ ഒരു ആംഗിളിന്റെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതിപ്പോ ഞാൻ സി സികൾ ടു 1 ആണെങ്കിൽ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അല്ലെങ്കിൽ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഇക്വേഷൻ 1 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ സികൾ ടു 1 എന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്ത് എന്ത് കണ്ടുപിടിച്ചു? കോസ് സ്ക്വയർ തീറ്റ എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചു. അതുപോലെ വേണമെങ്കിൽ സൈൻ സ്ക്വയർ തീറ്റ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാം. ഇത് അങ്ങോട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇതും ഈ ഇക്വേഷൻ, അതായത് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ സികൾ ടു 1 എന്നുള്ള ഇക്വേഷൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇക്വേഷൻ ആണ്. ട്രിഗണോമെട്രിയിൽ എപ്പോഴും ആവശ്യം വരുന്ന ഒരു ഇക്വേഷൻ. ഇനി സി 1 അല്ലാതെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പൈത്തഗോറസ് തിയറത്തിനെ സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, ഓക്കെ, എല്ലാ ടൈമിനും സി സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, അപ്പൊ സി സ്ക്വയർ ബൈ സി സ്ക്വയർ സികൾ ടു എ സ്ക്വയർ ബൈ സി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇനി എ സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ ബൈ സി ഹോൾ സ്ക്വയർ ആണ്. എ ബൈ സി എന്താ? സൈൻ തീറ്റ ആണ്. അപ്പൊ സൈൻ തീറ്റ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് സൈൻ സ്ക്വയർ തീറ്റ. അല്ലാതെ സൈൻ തീറ്റ സ്ക്വയർ എന്നല്ല നമ്മൾ വിളിക്കുക, സൈൻ സ്ക്വയർ തീറ്റ. അങ്ങനെ വേണം വിളിക്കാനായിട്ട്. അതാണ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ സികൾ ടു 1 എന്നുള്ളത് പ്രൂവ് ചെയ്യുന്ന വേറൊരു രീതി. രണ്ട് തരത്തിലാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ 1 കിട്ടി എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ നമ്മൾ കണ്ടത്. ഓക്കെ, ഇനി അതേപോലെ നമുക്ക് വരാവുന്ന വേറെ കുറച്ച് ഇക്വേഷൻസ് കൂടി ഉണ്ട്. അപ്പൊ ഞാൻ നേരത്തെ സ്ലൈഡിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി? സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ സൈൻ സ്ക്വയർ തീറ്റനെ ഞാൻ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട്, ഈ ഇക്വേഷനെ ഞാൻ കോസ് സ്ക്വയർ തീറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? സൈൻ സ്ക്വയർ തീറ്റനെ സൈൻ സ്ക്വയർ ബൈ കോസ്, സൈൻ ബൈ കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ ആണെന്നുള്ളത് നമുക്കറിയാം അല്ലെ. ഞാനിവിടെ നിന്ന് എഴുതി ടാൻ സ്ക്വയർ തീറ്റ, കാരണം ഇതിന് സ്ക്വയർ ഉണ്ട് ഇവിടെ. അപ്പൊ ഞാൻ സൈൻ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എനിക്ക് ഇവിടെ ടാൻ സ്ക്വയർ തീറ്റ കിട്ടി. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? 1 പകരം 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇനി കോസ് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ 1 എന്ന് എനിക്ക് ഇവിടെ കിട്ടി. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തൊക്കെ. അപ്പൊ 1 ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 ബൈ കോസ് ഇസ് ഈക്വൽ ടു
സീക്കൻഡ് എന്നുള്ളത് അറിയാം. അപ്പോൾ 1/cos² θ എന്ന് പറഞ്ഞാൽ എന്തായി? sec²θ. അപ്പോൾ tan² θ is equal to sec² θ minus 1. ഇത് അടുത്ത ഇക്വേഷൻ ആണ്, ഇത് ഓർത്ത് വെച്ചിരിക്കുന്നത്. ഇതേപോലെ cos² θ is equal to 1 minus sin² θ ആണ്. ഞാൻ cos² θ കൊണ്ട് മൊത്തത്തിൽ ഹരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്ന ഉത്തരമാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. cos² θ is equal to cosec² θ minus 1. അപ്പൊ നമ്മൾ കുറച്ച് ഇക്വേഷൻസ് കണ്ടുപിടിച്ചു. ഇക്വേഷൻസ് തന്നെ പല ഇക്വേഷൻസ് നമ്മളിപ്പോൾ ജനറേറ്റ് ചെയ്ത് ഒക്കെ കൂടിയിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കാം. sin² θ plus cos² θ is equal to 1. അതിൽ നിന്നാണ് അതിന്റെ അടിയിലുള്ള രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇനി tan² θ is equal to sec² θ minus 1 എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്നാണ് ജനറേറ്റ് ചെയ്തത്. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് അതിന്റെ താഴെയുള്ള രണ്ട് ഇക്വേഷൻ നമുക്ക് കിട്ടിയത്. അതുപോലെ മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്നാണ് cos² θ is equal to cosec² θ minus 1 എന്ന് പറഞ്ഞ ഇക്വേഷൻ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഈ ഇക്വേഷനിൽ നിന്നാണ് അതിന്റെ അടിയിൽ കിടക്കുന്ന ഈ ബാക്കിയുള്ള രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻസ് ഒക്കെ നമുക്ക് പച്ചവെള്ളം പോലെ ഓർത്ത് വെച്ചിരുന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇതിനകത്ത് ഒരുപാട് പ്രൂവ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ എക്സാമിന് ചോദിക്കും. അപ്പൊ അത് എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുമ്പോൾ ഒക്കെ ഈ കാണിച്ചിരിക്കുന്ന 3, 6, 3, 9 ഇക്വേഷൻസ് നമുക്ക് മറക്കാതെ ഓർത്ത് വെച്ചിരിക്കണം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്ലാസ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് ഇക്വേഷൻസ് പ്രൂവ് ചെയ്യാനുള്ള ക്ലാസ്സുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.